ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ ലോഞ്ച്ഡ് UAV എത്തുന്നു. ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമേ വെള്ളത്തിനടിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ആളില്ലാ വിമാനങ്ങൾ ഉള്ളൂ. അതിലൊരു രാജ്യമാണ് അമേരിക്ക. എന്നാൽ ഇപ്പോൾ ഇന്ത്യ വികസിപ്പിക്കുന്ന UAV എന്ന് പറയുന്നത് അമേരിക്കയുടെ സാങ്കേതിക വിദ്യയേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന സാങ്കേതിക വിദ്യകളോട് കൂടിയ ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ UAV എത്തുന്നു. ഇന്ത്യയുടെ അണ്ടർ വാട്ടർ മിലിറ്ററി കഴിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രതിരോധ ഗവേഷണ വികസന സംഘടന അതായത് DRDO പൂനെ ആസ്ഥാനമായുള്ള പ്രതിരോധ സ്റ്റാർട്ടപ്പിന്റെ സഹായത്തോടെ അണ്ടർ വാട്ടർ ലോഞ്ച്ഡ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ വികസിപ്പിക്കാൻ തീരുമാനിച്ചു. അതായത് ഈ UAV ഒരു അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധിക്കും. DRDOയുടെ ടെക്നോളജി ഡെവലപ്മെന്റ് ഫണ്ട് 17 കമ്പനികളിൽ നിന്ന് മത്സരാധിഷ്ഠിത ബിഡിംഗ് പ്രക്രിയയിലൂടെ തിരഞ്ഞെടുത്തതിനു ശേഷം സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന് UAVകളുടെ സാങ്കേതിക വികസന കരാർ നൽകിയിരിക്കുന്നു. ഇന്ത്യയുടെ UAV സാങ്കേതിക വികസനത്തിൽ ഇന്ത്യൻ നാവികസേനയ്ക്കായി നേരത്തെ തന്നെ ഒരു മാരിടൈം സ്പോട്ടർ ഡ്രോൺ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ സാഗർ ഡിഫൻസ്. DRDAL ഡയറക്ടർ ഡോക്ടർ GS മൂർത്തിയുടെയും ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് സാഗർ ഡിഫൻസുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ചലിക്കുന്ന അന്തർവാഹിനിയിൽ നിന്ന് വേഗത്തിലും സുരക്ഷിതമായും സ്വയംഭരണപരമായും വിന്യസിക്കാനുള്ള കഴിവ് ഒരു UAVക്ക് ഉണ്ടായിരിക്കും. ഇത് ഉയർന്ന സഹിഷ്ണുതയും ദീർഘദൂര ശ്രേണിയും ഉണ്ടായിരിക്കും. ഇതൊരു വലിയ സർപ്രൈസ് എലമെന്റ് നേട്ടമാണ് ഇന്ത്യക്ക് നൽകുന്നത്. അന്തർവാഹിനികൾക്ക് അവരുടെ സാന്നിധ്യം വെളിപ്പെടുത്താതെ തന്നെ അപകട സാധ്യതകൾ നിരീക്ഷിക്കാൻ അനുവദിക്കുന്ന വിവേകപൂർണമായ ഒരു നിരീക്ഷണ ദൗത്യങ്ങളെ ഇത് പ്രാപ്തമാക്കും. ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമേ ഈ UAVകൾ ഉള്ളൂ എങ്കിലും അവരുടെ സാങ്കേതിക വിദ്യ അത് അത്രയധികം പുരോഗമിച്ചിട്ടില്ല. എന്നാൽ ഇന്ത്യ ഇപ്പോൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഈ UAVയുടെ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് വളരെ വികസിതമായിരിക്കും. അമേരിക്കയുടെ UAVക്ക് 7 കിലോമീറ്റർ ആണ് ദൂരപരിധിയുള്ളത്. അതിന്റെ സഹിഷ്ണുത എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ്. എന്നാൽ ഇന്ത്യ ഇപ്പോൾ വികസിപ്പിക്കുന്ന UAVക്ക് 1 മണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യമുള്ള 20 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ളതുമായ ഒരു UAV വികസിപ്പിക്കാനാണ് DRDO ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇത്ര വികസിതമായ സാങ്കേതിക വിദ്യ കൊണ്ട് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ UAV ആയിരിക്കും ഇത്. കൂടാതെ തന്നെ ഡേറ്റ ശേഖരണത്തിനായും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ സാങ്കേതിക വിദ്യ കൂടുതൽ വിപുലീകരിക്കാവുന്നതും ഭാവിയിൽ ഇതിൽ ആയുധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും എന്നും പറയുന്നുണ്ട്. തദ്ദേശീയ നവീകരണവും സാങ്കേതിക പുരോഗതിയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സജീവമായ സമീപനത്തെയാണ് ഈ പദ്ധതി സൂചിപ്പിക്കുന്നത്. അണ്ടർ വാട്ടർ പരിസ്ഥിതിയിൽ ആളില്ലാ ആകാശവാഹനങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ പ്രതിരോധ വ്യവസായ രഹസ്യാന്വേഷണം, നിരീക്ഷണം എന്നിവയിൽ നിർണായകമായ നേട്ടം കൈവരിക്കുന്നു. സമുദ്ര മേഖലയിലുടനീളം സാഹചര്യ അവബോധവും പ്രവർത്തന ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.